ശാപമോക്ഷത്തിനൊരുങ്ങി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നതോടെ മാലിന്യമുക്ത ബ്രഹ്മപുരം എന്ന വാക്ക് പാലിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മാലിന്യം നീക്കിയ സ്ഥലത്ത് ക്രിക്കറ്റ് കളിച്ചാണ് മന്ത്രിയും മേയറും ഇത് ആഘോഷിച്ചത്. പ്ലാന്റിലെ 75% ബയോ മൈനിങ്ങും പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പഴികേട്ട് കൊച്ചിയെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മുഖം മാറി അക്ഷരാർത്ഥത്തിൽ പൂങ്കാവനമാകാൻ ഒരുങ്ങുന്നു. മാലിന്യ കുംഭരമായിരുന്ന ബ്രഹ്മപുരത്ത് 6 ലക്ഷത്തിലധികം മെട്രിക് മാലിന്യം ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്തതോടെ വീണ്ടെടുത്തത് 18 ഏക്കർ സ്ഥലം. വിഷപ്പുകയായി കത്തിയെടുത്ത് 2 വർഷത്തിനിപ്പുറം മന്ത്രി എം ബി രാജേഷും മേയർ എം അനിൽകുമാറും ക്രിക്കറ്റ് കളിച്ചു. പൂന്തോട്ടവും വോളിബോൾ കോർട്ടും നിർമ്മിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വീണ്ടെടുത്തത് 18 ഏക്കർ സ്ഥലം. അവിടെ BPCLന്റെ ബയോ CBG പ്ലാന്റ് ഉയരുന്നു. തീർന്നില്ല, ഇവിടെ പൂന്തോട്ടവും വോളിബോൾ കോർട്ടും നിർമ്മിച്ചു കഴിഞ്ഞു. 75% ബയോമൈനിങ് പൂർത്തിയായി. 8,43,000 മെട്രിക് ടൺ മാലിന്യം ഉണ്ടായിരുന്നത് 6,80,325 മെട്രിക് ടണ്ണും ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തു. അതുകൂടെ 18 ഏക്കർ സ്ഥലം വീണ്ടെടുത്തു. വരുന്ന മെയ് മാസത്തിൽ ബ്രഹ്മപുരത്തെ ബയോമൈനിംഗ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട നടപടികൾ അടുത്ത 2 മാസം സർക്കാർ ശക്തിപ്പെടുത്തുകയാണ്. മാലിന്യം വലിച്ചെറിയുന്നവരെ കയ്യോടെ പിടികൂടും. ഇതിന്റെ ഭാഗമായി റെയ്ഡുകൾ നടത്തും. പിഴ ഈടാക്കുന്നത് കടുപ്പിക്കും. കൊച്ചിയിലെ ബ്രഹ്മപുരത്തിനപ്പുറം വിവിധ ജില്ലകളിലെ മാലിന്യക്കൂനകൾ ഇങ്ങനെ ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ.